ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റ് പുഡിംഗ് ആണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടാവും. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ചൈനാഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഒരു 10 ഗ്രാം ചൈനാഗ്രാസ് ആണ്. ഇത് കാണാൻ ഒരു തരം പ്ലാസ്റ്റിക് പോലെയാണ് ഇരിക്കുന്നത്, പക്ഷെ ഇത് പ്ലാസ്റ്റിക് ഒന്നുമല്ല. ഇത് സീവീഡിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നുമല്ല. ഇതിനിപ്പോൾ പ്രത്യേകിച്ച് ഒരു കളറോ അല്ലെങ്കിൽ മണോ രുചിയോ ഒന്നുമില്ല. ഇതിപ്പോൾ സാധാരണ ഫുഡെല്ലാം പുഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് ഇതുപോലെ സ്ട്രിങ് ആയിട്ട് വാങ്ങാൻ കിട്ടും. അതല്ലാതെ ഇതുപോലെ ബോക്സിൽ നമുക്കിത് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിനുള്ളിലും ഒരു 10 ഗ്രാം ചൈനാഗ്രാസ് ആണ് ഉള്ളത്. അത് വന്നിട്ട് ഇതുപോലെ സ്ട്രിങ് ആയിട്ടല്ലേ ഉള്ളത്. അതെല്ലാം കൂടി ഒരു സ്ക്വയർ ബോക്സ് പോലെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ അതുപോലെയാണ് വാങ്ങുന്നതെങ്കിൽ അതിലൊരു 2 പീസ് കാണും. ആ 2 പീസ് നമുക്ക് വേണ്ടി വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ചൈനാഗ്രാസ് നമ്മളിപ്പോൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ ഫീഡിങ് ചെയ്യുന്നവരോ ഇത് മാറ്റി നിർത്തുന്നതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നവർക്ക് പൈനാപ്പിളും പപ്പായൊന്നും യൂസ് ചെയ്യരുതെന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെയാണ് ആ ടൈമിൽ ഇതും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ ചൈനാഗ്രാസ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പിന്നെ നമുക്ക് നമ്മുടെ സ്വീറ്റ് തയ്യാറാക്കാൻ വേണ്ടത് ഇതുപോലെ ഒരു ബിരിയാണി ഇലയാണ്. ഇതിവിടെ ബിരിയാണി ഇല എന്നാണ് പറയുന്നത്, എമ്പയില എന്നും പറയും. അപ്പോൾ എന്തായാലും സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ കണ്ടപ്പോൾ എന്താണെന്ന്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബിരിയാണി ഇല കൂടി വേണം. എന്നാൽ ശരി, നമുക്കിനെ താമസിക്കണ്ട, നമ്മുടെ സ്വീറ്റ് തയ്യാറാക്കി തുടങ്ങാം. ഇതിലിപ്പോൾ ഞാനൊരു 1/2 ലിറ്റർ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചൈനാഗ്രാസ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചൈനാഗ്രാസ് ഞാൻ ചെറുതായിട്ട് മിക്സിയിലൊന്ന് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൂടി നമുക്ക് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ബിരിയാണി എല്ലാം കൂടി ചേർക്കാം. ഞാനത് കെട്ടിയിടുകയാണ്. ഇനി നമ്മളിത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അടിയിൽ പിടിക്കും. അതിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ ഈ ചൈനാഗ്രാസ് പൊടിച്ചിട്ടത്. ഇപ്പോൾ അത് മാത്രമായിട്ട് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് അലിയിച്ചെടുക്കാൻ നോക്കിയാലും അതിൽ ചിലതൊക്കെ അങ്ങനെ കിടക്കും. അപ്പോൾ അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നത്. മിക്സിയിൽ പൊടിച്ചിട്ട് ചേർക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. ഈ ചൈനാഗ്രാസ് ഇതിൽ ഫുള്ളും അലിഞ്ഞ് ചേരുന്നത് വരെ നമ്മളിതുപോലെ കലക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്കാനും ആരും മറക്കരുത്. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തിളച്ചിട്ട് ചൈനാഗ്രാസ് എല്ലാം നല്ലതുപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കരിപ്പെട്ടി ചേർത്ത് കൊടുക്കണം. ശർക്കര അല്ല, കരിപ്പെട്ടിയാണ്. ഇത്രയും കരിപ്പെട്ടി എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് മധുരത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും ചേർക്കുന്നത്. അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടാണ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. ഇനി നമുക്ക് കരിപ്പെട്ടി ചേർത്ത് കൊടുക്കാം. ഈ കരിപ്പെട്ടി നല്ലതുപോലെ ഇതിലൊന്ന് അലിഞ്ഞ് ചേരണം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി എല്ലാം ഇതിൽ കിടന്നത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മൾ ഇതിൽ ബിരിയാണി എല്ലാം ചേർത്തത്, നമ്മളിപ്പോൾ ഒരു സ്വീറ്റ് തയ്യാറാക്കുമ്പോൾ 1 ടീസ്പൂൺ ഏലക്ക പൊട്ടിച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ മണവും രുചിയും വേറെ ഇല്ലേ. അപ്പോൾ അതില്ലാതെ ചെയ്യുമ്പോഴും അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും. അത്രയും വ്യത്യാസം തന്നെയാണ് ഇതിലും ഉള്ളത്. നമ്മളിതിൽ ബിരിയാണി ഇല കൂടെ ഇടുമ്പോൾ അതിൻ്റെ മണവും രുചിയും വേറെ ആയിരിക്കും. ഇപ്പോൾ അതില്ലാതെ നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കരിപ്പട്ടിയുടെ മണമായിരിക്കും ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഇതിൽ ചൈനാഗ്രാസും കരിപ്പട്ടിയെല്ലാം നല്ലതുപോലെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നന്നായിട്ട് അലിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് 1 ഗ്ലാസ് തേങ്ങാപ്പാലാണ്. 1/2 മുറി തേങ്ങയിലെ 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം നമ്മളിത് കലക്കി എടുക്കാനായിട്ട്. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 30 സെക്കൻഡ് കൂടെ മാത്രം നമ്മളിത് ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് തിളപ്പിക്കാൻ പാടില്ല. തിളച്ചു കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ തേങ്ങാപ്പാൽ വെന്ത് പോകും. അതിൻ്റെ പേരിൽ തിളക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ചൂടോടെ തന്നെ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലുള്ള ഒരു ട്രേയിലേക്ക് നമുക്കിത് ഒഴിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത ഉടനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയ ബബിൾസ് ഒക്കെ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് വിട്ടു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും ഇത് ചെറിയ ഹോളായിട്ട് ഇങ്ങനെ നിൽക്കും. ഇതിനി തണുക്കുമ്പോഴത്തേക്കും ആ കരിപ്പട്ടിയുടെ ആ വെള്ളം സെപ്പറേറ്റ് ആയിട്ടും തേങ്ങാപ്പാൽ സെപ്പറേറ്റ് ആയിട്ടും നമുക്ക് കിട്ടും.
ഇതിപ്പോൾ നല്ല ചൂടാണ്. ചൂട് മാറിയതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ 1 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നല്ല ചൂടായിട്ടുള്ള ഒരു ഐറ്റംസും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫ്രിഡ്ജിൽ വെക്കരുത്. അപ്പോൾ എന്ത് ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് വെക്കാം. അങ്ങനെ നമ്മുടെ സ്വീറ്റ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂർ പറഞ്ഞിരുന്നെങ്കിലും ഇതിപ്പോൾ വെറും 30 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. ഈ 30 മിനിറ്റ് കൊണ്ടിട്ട് ഇത് നല്ലതുപോലെ തണുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ്. ഞാൻ ടേസ്റ്റി ആണെന്ന് പറയുന്നതിനേക്കാളും നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടമാവും. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇതുപോലത്തെ ഡിസൈനർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡിസൈൻ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഡിസൈൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം അത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് വേസ്റ്റ് ആയിട്ട് പോവും. അത് വേണ്ട. അതിന് പകരം നമുക്ക് സ്ക്വയർ ആയിട്ട് ഇത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്നതാണ് ഒരു പ്രശ്നമായിട്ടുള്ളത്. ഞാൻ എപ്പോഴെല്ലാം കട്ട് ചെയ്തെടുക്കും അപ്പോഴെല്ലാം ഇത് വളഞ്ഞു പോകാറാണ് പതിവ്. അപ്പോൾ എന്തായാലും ഞാൻ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെ ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്വീറ്റ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്വീറ്റ് പുഡിംഗ് ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 2 ലെയറായിട്ട് ഇത് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റാണിത്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.